ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇതേപോലെ എനിക്ക് തലവേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മൈഗ്രെയിൻ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇടയ്ക്ക് മോഹം ഹോസ്പിറ്റലിൽ ചന്ദ്രനുണ്ട്. അപ്പോൾ അവിടെ പോയി ഇന്നലെ ട്രിപ്പൊക്കെ ഇട്ടു. രാത്രിയായി വീട്ടിൽ വന്നപ്പോൾ 9-10 മണിയൊക്കെ അപ്പം ഭയങ്കര ക്ഷീണം ബുദ്ധിമുട്ടൊക്കെയാണ് തലവേദന വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റേതായ ഒരു മോശ വിഷമങ്ങളും തളർച്ചയൊക്കെ ഇന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്ന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഫാമിൽ കുറച്ച് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, മീനിനൊക്കെ ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു വന്നു. പിന്നെ അപ്പോഴത്തേക്കും മോനെണീറ്റ് മോന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഉച്ചയായി 2 മണി ചോറ് കഴിച്ചു. ചോറിന് ഇന്ന് അയിലക്കറിയും അയില വറുത്തതും കടലക്കറിയായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ തലവേദനയുടെ ക്ഷീണം കൊണ്ട് ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. 3-4 മണിയൊക്കെയായി മോനെണീറ്റ് വന്നു. അപ്പോൾ മോന് ചായയൊക്കെ കൊടുത്തു, ഞാനും ചായ കുടിച്ചു. അപ്പോഴത്തേക്കും മൂത്ത മോൻ സ്കൂളിൽ നിന്ന് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി കളിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ്സ് ചെയ്യണം. കാരണം എന്നെ അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് വ്ളോഗ് ചെയ്യുന്നത്. വീട്ടിൽ ആർക്കും താല്പര്യമില്ല. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മൂത്ത ആൾക്കാണെങ്കിലും ക്യാമറയുടെ മുമ്പിൽ വരാനും നിൽക്കാനൊന്നും തീരെ താല്പര്യമില്ലാത്തവരാണ് അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും എൻ്റെ ചെറിയ മോനെ ഉൾപ്പെടുത്തിയിട്ട് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുമ്പോഴേ നമുക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിലൂടെ കാണാം. ഇനിയിപ്പോൾ സ്കൂളിൽ തിരുവാതിരയുടെ പരിപാടിയൊക്കെ ഉണ്ട്. മൂത്ത മോൻ്റെ സ്കൂളിൽ തിരുവാതിര പുഴുക്കും കഞ്ഞിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരെ പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുക. ഇത്രയുള്ള ഇന്നത്തെ ഒരു വ്ളോഗ്. വീണ്ടും വേറൊരു വ്ളോഗിലൂടെ കാണുന്നവരെയും ഞാൻ